വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ കൃഷ്ണ ഭക്തയെന്ന് അവകാശപ്പെടുന്ന ജസ്ന സലീം പിറന്നാൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി ഉത്തരവിട്ടത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള ഇടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വിവാഹത്തിനും മതചടങ്ങുകൾക്കും മാത്രമേ വീഡിയോഗ്രാഫി അനുവദിക്കാൻ പാടുള്ളൂ. മറ്റു തരത്തിലുള്ള എല്ലാ വീഡിയോ ചിത്രീകരണങ്ങൾക്കും ശക്തമായ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തണം. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വീഡിയോ, ബ്ലോഗർമാരുടെ വീഡിയോഗ്രാഫി എന്നിവ വിലക്കണമെന്നും ഉത്തരവിലുണ്ട്. ദീപസ്തംഭത്തിന് അരികിൽ നിന്ന് അകത്തെ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങൾ ആളുകൾ പകർത്താറുണ്ട്. ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതും വിലക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന ഒരു കാര്യവും പാടില്ല. ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി. ജസ്ന പിറന്നാൾ ദിനത്തിൽ നടപ്പന്തലിൽ എത്തി കേക്ക് മുറിച്ചതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പിന്നാലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ജസ്ന ഗുരുവായൂരിലെത്തി ഭക്തരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ഈ രണ്ട് സംഭവങ്ങളുടെ പേരിൽ 2 ഭക്തർ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പാരമ്പര്യവും പവിത്രതയും നിലനിർത്തണം എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിച്ചു. മഞ്ഞ, പിങ്ക് കാർഡംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് തുടങ്ങിയത്. വെള്ള, നീല കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും. 3 ഘട്ടമായാണ് മസ്റ്ററിംഗ്. 1-ാം ഘട്ടം 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിലാണ്. 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും. 3-ാം ഘട്ടമായ ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് മസ്റ്ററിംഗ്. ഒക്ടോബർ 15-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകും. വെള്ള, നീല കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും. നേരിട്ടെത്താൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കിടപ്പ് രോഗികൾക്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും. അന്യസംസ്ഥാനങ്ങളിലോ മറ്റ് ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അതാത് ഇടങ്ങളിലെ ഏതെങ്കിലും റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്താം. അടുത്ത 25 വർഷത്തിനകം 3.9 കോടി ജനങ്ങൾ ആന്റിബയോട്ടിക് മരുന്ന് ഫലിക്കാതെ അണുബാധ മൂലം മരിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ബാക്ടീരിയ അടക്കമുള്ള അണുക്കൾ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിച്ച് അണുബാധ സൃഷ്ടിച്ചതിനെ തുടർന്ന് 1990-നും 2021-നും ഇടയിൽ ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചതെന്ന് ദി ലാൻസെറ്റ് ജേർണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യയെയാണ് ഇത് ഭാവിയിൽ കാര്യമായി ബാധിക്കാൻ പോകുന്നതെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി. 2025-നും 2050-നും ഇടയിൽ ദക്ഷിണേഷ്യയിൽ മൊത്തം 1.18 കോടി ജനങ്ങൾ ആന്റിബയോട്ടിക്കിനെ മറികടന്നുള്ള അണുബാധയിൽ മരിച്ചേക്കാമെന്നും ഗവേഷകരുടെ കൂട്ടായ്മ രൂപം നൽകിയ ഗ്രാം പ്രോജക്ടിന്റെ റിപ്പോർട്ട് പ്രവചിക്കുന്നു. ആന്റിബയോട്ടിക് പ്രതിരോധം എന്നാൽ രോഗകാരികളായ ബാക്ടീരിയകളെയും ഫംഗസിനെയും നശിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത മരുന്നുകൾ നിഷ്ഫലമാകുന്നു എന്നതാണ്. രോഗാണുക്കൾ ഈ മരുന്നുകളെ പരാജയപ്പെടുത്താനുള്ള കഴിവ് നേടുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ആന്റിബയോട്ടിക് പ്രതിരോധം മൂലമുള്ള മരണങ്ങൾ ദക്ഷിണേഷ്യയുടെയും കിഴക്കനേഷ്യയുടെയും മറ്റു ഭാഗങ്ങളിലും സബ്-സഹാറൻ ആഫ്രിക്കയിലും കൂടുതലായിരിക്കുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. 70 വയസ്സും അതിൽ കൂടുതലുമുള്ളവരിൽ ആന്റിബയോട്ടിക് പ്രതിരോധം മൂലമുണ്ടാകുന്ന മരണങ്ങൾ 80% വർദ്ധിച്ചു എന്നാണ് 1990-നും 2021-നും ഇടയിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വരും വർഷങ്ങളിൽ ഇത് പ്രായമായവരെ കൂടുതൽ ബാധിച്ചേക്കാം. ഈ കാലയളവിൽ തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആന്റിബയോട്ടിക് പ്രതിരോധം മൂലമുള്ള മരണങ്ങൾ 50%-ലധികം കുറഞ്ഞതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വരും വർഷങ്ങളിൽ ആരോഗ്യപരിപാലന രംഗത്തും ആന്റിബയോട്ടിക്കുകളും മെച്ചപ്പെട്ടാൽ 9.2 കോടി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. 204 രാജ്യങ്ങളിലെ എല്ലാ പ്രായത്തിലുമുള്ള 52 കോടി ആളുകളെയാണ് പഠന വിധേയമാക്കിയത്. ആശുപത്രി മരണരേഖകൾ, ആന്റിബയോട്ടിക് ഉപയോഗ വിവരങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ഉറവിടങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. 2019-ൽ ആന്റിബയോട്ടിക് പ്രതിരോധവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ HIV, എയ്ഡ്സ് അല്ലെങ്കിൽ മലേറിയ എന്നിവയിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. 120 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 54,800 രൂപയായി. ഗ്രാമിന് 15 രൂപയാണ് കുറഞ്ഞത്. 6,850 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം സ്വർണ്ണവില വീണ്ടും 55,000 കടന്നിരുന്നു. തുടർന്നുള്ള 2 ദിവസം വില കുറയുന്നതാണ് ദൃശ്യമായത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ
53,360 രൂപയായിരുന്നു സ്വർണ്ണവില. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരവും. തുടർന്ന് വില പടിപടിയായി ഉയരുന്നതാണ് ദൃശ്യമായത്. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 1000 രൂപയോളമാണ് വർദ്ധിച്ചത്. 11 ദിവസത്തിനിടെ ഏകദേശം 1700 രൂപ വർദ്ധിച്ച് 55,000 രൂപ കടന്ന് മുന്നേറിയ സ്വർണ്ണവിലയാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇടിയാൻ തുടങ്ങിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPMS കുറ്റിച്ചിറ ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യൻകാളി ജയന്തി ദിനാചരണവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. അന്നനാടിന്റെ ഫുട്ബോൾ പെരുമ വീണ്ടെടുക്കാനായി യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിലെ രാജ്യാന്തര സ്ഥാപനമായി വികസിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനെ തേടി ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.